തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ ആർ സുഗതൻ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. വിയൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന ചടങ്ങിൽ മേയർ വി രാജേഷ് സത്യവാചകം ചൊല്ലി നൽകും. നഗരസഭാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും സത്യപ്രതിജ്ഞ നടക്കുക. കോടതി നടപടിക്രമങ്ങൾ കൃത്യമായി നടപ്പാക്കുമെന്നും ഒരു കൗൺസിലറും അയോഗ്യരാക്കപ്പെടില്ലെന്നും മേയർ വി രാജേഷ് തൃശൂരിൽ പറഞ്ഞു. ഇന്ന് തൃശ്ശൂരിൽ രാവിലെ 11 മണിക്കൂർ വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് ഈ സത്യപ്രതിജ്ഞ നടക്കുക. അവിടെ ജയിൽ മേധാവിയുടെ വിയൂർ ജയിൽ മേധാവിയുടെ ഓഫീസിൽ വെച്ചായിരിക്കും. മേയർ സത്യവാചകം ചൊല്ലി നൽകും. ഒപ്പം കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം നഗരസഭയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും. പക്ഷേ ജയിലായതിനാൽ തന്നെ എല്ലാവർക്കും അവിടേക്ക് പ്രവേശനം ലഭിക്കില്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാത്രമായിരിക്കും. ചില മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനമുണ്ടാകും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം അട്ടിമറിക്കാൻ, BJPയുടെ ഭരണം അട്ടിമറിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, CPMന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമമുണ്ടാകുന്നു. ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ആർ സുഗതനെ വിവിധ കേസുകളുടെ പേര് പറഞ്ഞ് കാപ്പയൊക്കെ ചുമത്തുന്ന ആ കേസുകളുടെ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അതിനുശേഷം കോടതിയിലടക്കം പോയി എങ്ങനെയും സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ജനാധിപത്യത്തിനൊപ്പം നിൽക്കുകയും ജനങ്ങളുടെ തീരുമാനപ്രകാരമാണ് സുഗതൻ കൗൺസിലറായി എന്നുള്ള കാര്യത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒടുവിൽ ഇപ്പോൾ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. തൃശ്ശൂരിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, 11 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. അല്പം മുൻപ് മേയർ പ്രതികരിച്ചിരുന്നു. ഇനി എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? എപ്പോഴേക്കും മേയറും സംഘവും അവിടെ വിയൂർ ജയിലിലേക്ക് എത്തും? മിഥുൻ. മേയർ ഇപ്പോൾ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന്, രാമനിലയത്തിൽ നിന്ന് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി വടക്കുന്നാഥിലേക്ക് പോയിരിക്കുകയാണ്. അതിനു മുമ്പാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഉണ്ടായത്. അത് പ്രധാനമായും ഇത്തരത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ച ചില ആരോപണങ്ങൾ, അതുപോലെ തന്നെ ചില വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾക്കെല്ലാം ഉള്ള ഒരു മറുപടിയാണ് മേയർ വി രാജേഷ് നൽകിയത്. അദ്ദേഹം പറഞ്ഞു, ഈ ടേമിൽ ഒരാൾ പോലും ഇത്തരത്തിൽ അയോഗ്യരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് മേയർ പറയുന്നത്. പ്രത്യേകിച്ച് 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അയോഗ്യത അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കാത്ത വിധത്തിൽ മേയർ എന്നുള്ള നിലയിൽ സംരക്ഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞയ്ക്കെതിരെ ശബരിനാഥൻ അടക്കം നടത്തിയ വിമർശനങ്ങൾ, അത് തോൽവി ഇപ്പോഴും അംഗീകരിക്കാത്തതിൻ്റെ ഒരു ആലസ്യത്തിലാണ് ഇപ്പോഴും പ്രതിപക്ഷം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായി. 11 മണിക്കാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്, സത്യപ്രതിജ്ഞയ്ക്കായിട്ടുള്ള സമയം നൽകിയിട്ടുള്ളത്. 10:30 തന്നെ മേയറും അതുപോലെ തന്നെ മറ്റുള്ളവരും എല്ലാം ജയിലിലേക്ക് എത്തും. തുടർന്ന് നടപടിക്രമങ്ങൾക്ക് ആരംഭമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരം നഗരസഭയിലെ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ജയിലിലെത്തിയിട്ടുണ്ട്. അവർ സൂപ്രണ്ടുമായി സംസാരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിമിതമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ് ഉണ്ടായിരിക്കുക. പക്ഷേ കൃത്യമായ ചടങ്ങുകൾ, സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിക്കൊടുത്തതിന് ശേഷം ഡോക്യുമെന്റുകൾ മുന്നോട്ട് മൂവ് ചെയ്യുന്നതോടുകൂടി സത്യപ്രതിജ്ഞ സാധുവാകും. അത് കോടതിയെ അടക്കം അറിയുകയും മറ്റു നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള ഈ സുഗതനെ, 20ാം വാർഡ് കൗൺസിലർ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. ആ ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസം വൈകി വരെ ആ ശ്രമങ്ങൾ തുടരുകയും അത് പക്ഷേ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തീർത്തും ജനവിധിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ശബരിനാഥന്റെ കാര്യം മിഥുൻ സൂചിപ്പിച്ചു. അതിലേറ്റവും ഈ ശബരിനാഥന്റെ സങ്കടം മനസ്സിലാക്കാൻ കഴിയും. കാരണം സുഗതനെ ഒരു കാരണവശാലും ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ല എന്നടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ആയിരുന്നു ശബരിനാഥന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പിന്നാലെ ശബരിനാഥൻ ഒരു കാര്യം ആലോചിച്ചില്ല. ഇക്കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. കാരണം കോടതിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ആദ്യഘട്ടത്തിൽ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നീട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യത്തിലെല്ലാം കോടതി നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചായിരുന്നു തിരുവനന്തപുരം നഗരസഭ മുന്നോട്ട് പോയത്. അതിനുശേഷമാണ് ഇപ്പോൾ കോടതിയിൽ പോയി തന്നെ ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് സുഗതന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. അപ്പോൾ ശബരിനാഥനെ പോലെ ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ, കേരളത്തിലെ MLA ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ കോടതി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതെന്ന് മാത്രമേ അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ കാണാൻ കഴിയൂ. രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയിലല്ലേ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്? മിഥുൻ.
തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ സുഗതനെ കുടുക്കുന്നതിൽ അടക്കം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കൈകടത്തലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ ഒരുപക്ഷെ ഇടത് വലത് മുന്നണികളുടെ സംയുക്തമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഈ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള രീതിയിലേക്ക് എത്തിയത് എന്നുള്ള വിമർശനം ഇപ്പോഴും ശക്തമായി തന്നെ ഉയരുന്നതിനിടെയാണ് ഈ നിയമപരമായിട്ടുള്ള ഈ അവകാശത്തെ അല്ലെങ്കിൽ ഭരണഘടന നൽകുന്ന ഒരു അവകാശമുണ്ട്. അത് സുഗതൻ ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. ഈ രാജ്യത്തിൻ്റെ തന്നെ ഈ ഭാരതത്തിൻ്റെ തന്നെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ തന്നെയാണുള്ളത്. ആ ജനാധിപത്യ പ്രക്രിയ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധി അപ്പോൾ 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് മിഥുൻ തന്നെ നമുക്ക് എത്തിക്കും.